അസ്സലാമലൈക്കും. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. രാവിലെ വെറുതെ ഇരിക്കണ്ടല്ലോ, ഇന്ന് വീട്ടിൽ ആഹാരം വയ്ക്കാൻ. ഇത് വാളയാണ്. വാള കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുളകിട്ട് വയ്ക്കാനാണ്. പിന്നെ വാള വറുക്കാൻ 3 കഷ്ണം എടുത്ത്, പിന്നെ കൊഞ്ചാണിത്. കൊഞ്ച് കണ്ടോ, കൊഞ്ചും വറുക്കാനാണ്. പിന്നെ കറിക്കുള്ള കൂട്ടല്ല ഞാൻ കാണിച്ചത്. ഇത് ഒഴിച്ച് കറിയാണ്, തേങ്ങ അരച്ച് വെച്ച കണ്ടല്ലോ. പിന്നെ കൂട്ടെന്ന് പറയുന്നത് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, പിന്നെ തക്കാളി, 1 പച്ചമുളക് എടുത്തോളൂ, 1 കൂടുതൽ വേണ്ട. പിന്നെ ഇതെന്ന് പറഞ്ഞാലേ മേലിൽ കിടക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ മസാല. ബാക്കി ഞാൻ കടയിൽ നിന്ന് ഫിഷ് കറി വയ്ക്കുന്ന മസാലയാണ് മേടിച്ച്. എനിക്ക് അത് ഇട്ട് കറി വെച്ചാൽ ഇഷ്ടമാകത്തുള്ളൂ. പിന്നെ പുളി, കറിക്ക് ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ. ഞാൻ ഒരു ചട്ടി അടുപ്പിച്ച്, ചട്ടി കണ്ടിട്ട് ആരും ഒന്നും തോന്നില്ല, ഞങ്ങളെ ഉമ്മ സ്റ്റീലിട്ട് തേക്കുന്നതിൽ പറ്റിയതാട്ടോ. കണ്ടല്ലോ. വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, താളിച്ചൊഴിക്കേണ്ടതായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഉലുവയാണേ. ഉലുവ പൊടിച്ചത് മാത്രം ഇട്ട് കൊടുക്കും. ഉണ്ടല്ലേ. ഇനി കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ഇട്ട് വാട്ടിയതിന് ശേഷം കൊച്ചുള്ളിയാണ്. നമ്മളെ കണക്കുള്ളവരേ ലൈവിൽ കയറിയ ആരും കമൻ്റ് ഇടത്തില്ല, ലൈക്ക് അടിക്കത്തില്ല, ഒന്നിനും ലൈക്ക് അടിക്കത്തില്ല. ചില വീഡിയോസിന് മാത്രം 2 or 3 ലൈക്ക് അടിച്ച് പോകും. അങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. കുറച്ച് വാടിയാൽ മതി കേട്ടോ, തോനെ അങ്ങ് വാടണ്ട. ഇത് കൊച്ചുള്ളിയാണ്, പക്ഷേ വലിയ കൊച്ചുള്ളി ഉണ്ടല്ലോ, അതാ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ നമ്മൾ താളിച്ചൊഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം തന്നെ ഉണ്ടോ അത് ബ്രൗൺ കളറിലാവുന്നു. കണ്ടല്ലോ, ബ്രൗൺ കളറായി വരുന്നുണ്ടോ. ഇനി നമ്മളിതിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന മസാലക്കൂട്ടിടും. മസാലക്കൂട്ട് എടുക്കട്ടെ. ഇതാണ്ടേ, കണ്ടല്ലോ, ഇതാണ്. ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല. ഈ മസാലക്കൂട്ടി ഞാൻ ഇച്ചിരി കുരുമുളക് മാത്രം ഇട്ട്, ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് ഓൾറെഡി ചേരുന്നതാണ്. നമ്മൾ കറി വയ്ക്കുന്നതിനേക്കാൾ, നമ്മുടെ വീട്ടിൽ അരപ്പ് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഈ ഫിഷ് പൗഡർ നമ്മൾ മേടിച്ച് കറി വയ്ക്കുന്നത്. കുറച്ച് വെള്ളം ഇട്ടിട്ടെ. ഞാൻ തീ കുറച്ചിട്ടേക്കുവാ. ഇത് ഒന്ന് പച്ചമണമെല്ലാം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ശകലം വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞ് പുളിവെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ.
നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ്. പുളി പിഴിയുക. എന്താ വരുന്നേ? ഇനി ഞാൻ ഉപ്പിടുക കേട്ടോ. അത്രയും മതി ഉപ്പ്. ഉമ്മാക്ക് പ്രഷറൊക്കെ ഉള്ളതായതുകൊണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഒരു പച്ചമുളക് ഇടത്തോളൂ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് ഇത്രയും വെള്ളം മതി. അത് തിളച്ച് പറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കും. ഇനി നമുക്ക് മീനെടുത്തിടാം. ആദ്യം വാളയുടെ തല കണ്ടല്ലോ. ഇനി മീൻ. വാളക്കറി. അങ്ങനെ വാളക്കറിയായി. ഈ മീൻ വറുക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങായും കൊച്ചുള്ളി, ഒരു പച്ചമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി അരച്ച് ഒഴിച്ച് കറിയാണിത്. ഇത് അധികം ചൂടാവണ്ട, നല്ല കണക്ക്. ഇത് ചൂടായാൽ മാത്രം മതി. ഇത് മീൻ വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. കണ്ടല്ലോ, മീൻ വറുത്തെടുക്കാൻ. കരിയാപ്പില ഇട്ട് ഇനി ഇടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊഞ്ചായിടുന്നേ. കൊഞ്ച് കണ്ടല്ലോ. കൊഞ്ചിന് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരച്ചതാ. കൈയൊന്ന് കഴുകട്ടെ. തീ കുറച്ച്. മീൻ കറി ഉണ്ട തിളച്ച്. ഇനി നല്ല കണക്ക് തിളയ്ക്കണം. നെയ്യുള്ള മീനാട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റൊന്നും ഞാൻ പറയത്തില്ല, കുഴപ്പമില്ല. നമുക്ക് നമ്മൾ വലിയ കുക്കിങ്ങൊന്നും അല്ല, ഇത് സാധാരണ കുക്കിങ് അല്ല. ഇനി ഇത് വറുത്ത് കിട്ടണം. ഇതൊരു ചൂട്. കണ്ട പൊരിയുന്നു.
Incoming voice call from +91 859